ക്രാഫ്റ്റി കൾച്ചറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഷഡ്ഡിയുടെ പേപ്പർ പാറ്റേൺ ഒക്കെ ചെയ്തല്ലോ. ഇനി നമുക്കതൊന്ന് തുണിയിലൊന്ന് വെട്ടാം. അത് തയ്ക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ തുണിയെ വെട്ടുമ്പം തുണി ഇങ്ങനെ നമ്മുടെ കടയിൽ നിന്ന് നമ്മൾ തുണി വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ രണ്ട് ഇതായിട്ടാണല്ലോ കിട്ടുന്നത്. ഇതതിൻ്റെ തേരുവക്ക്, ഇതതിൻ്റെ കുറുകെ ഉള്ള വശം, ഇത് കുറുകെ ഉള്ള വശം, ഇത് തേരുവക്ക്. നമ്മൾ എപ്പോഴും തുണി തയ്ക്കുമ്പം തേരുവക്ക് ഇറക്കമായിട്ട് മാത്രമേ വെട്ടാവുള്ളൂ. അല്ലെങ്കിൽ തേരുവക്ക് കുറുകെ ഉള്ള ടൈപ്പിൽ വെട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഡിസൈനുള്ള തുണിയായിരിക്കണം. അങ്ങനെ വരുമ്പം മാത്രമേ കുറുകെ വെട്ടാവുള്ളൂ. അത് ആ ഡിസൈൻ്റെ അനുസരിച്ച് വെട്ടാവുള്ളൂ. ഇതിപ്പം നമ്മൾ വെട്ടുമ്പം അതിൻ്റെ വണ്ണം അനുസരിച്ച് ഏറ്റവും കൂടുതൽ വണ്ണം ഉള്ളത് ഏതാണെന്നോ അതനുസരിച്ച് വേണം, ആ വണ്ണം അനുസരിച്ച് വേണം തുണി മടക്കിയിടാൻ. നമ്മളെപ്പോഴും വെട്ടുമ്പം തുണി നഷ്ടപ്പെടാതെ രീതിയിൽ വേണം തുണി വെട്ടാൻ. അപ്പോൾ ഇതിൻ്റെ 0 to 2 എന്ന് പറയുന്ന അളവിൽ വേണം തുണി മടക്കാൻ. 0 to 2 എന്ന് പറയുന്നത് എത്ര? 4 വേസ്റ്റ് പ്ലസ് 2 ഇഞ്ച്. വേസ്റ്റ് എന്ന് പറയുന്നത് 20, 20ൻ്റെ 4 5, 5ൻ്റെ കൂടെ 2 കൂടെ കൂട്ടുമ്പോൾ 7. ആ 7 എന്നുള്ള അളവ് നമ്മൾ ഈ തേരുവക്കിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തുക. കാണാമല്ലേ? ഇങ്ങനെ അടയാളപ്പെടുത്തുക. അവിടെ വേണം ഇങ്ങനെ നമ്മൾ മടക്കാൻ. ഇങ്ങനെ മടക്കിയിടുക. ഇങ്ങനെ മടക്കിയിടുക. മടക്കിയിടുമ്പോൾ ഇവിടുത്തെ ആ അളവ് 7 ഇഞ്ച് സ്വല്പം താഴോട്ടും ആ 7 തന്നെ ഉണ്ടോ എന്ന് നോക്കണം നമ്മൾ. ആ 7 തന്നെ നമ്മളിങ്ങനെ മടക്കിയിടുക. ആ അങ്ങറ്റം വരെ തുണി എത്ര ഉണ്ടോ അത്രയും വരെ മടക്കിയാലും കുഴപ്പമൊന്നുമില്ല. 7 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഇങ്ങോട്ടും മാറി 7 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കുക. കറക്റ്റ് 7 ഇഞ്ചുണ്ട്. വീണ്ടും നമ്മൾ ഇനിയും ഇറക്കം എടുക്കുക. 0 to 1 ഫുൾ ലെങ്ത് പ്ലസ് 1 ഇഞ്ച്. ലെങ്ത് എന്ന് പറയുന്ന 8, 8ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പം 9. ആ 9 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ സൈഡിലും 9 ഇഞ്ച് അടയാളപ്പെടുത്തുക. അത് ഇങ്ങനൊന്ന് വരയ്ക്കുക. ഇനി നമുക്ക് ഇത് മടക്കിയിടാം. ഇതാ ഈ 9 ഇഞ്ചിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് മടക്കിയിടുക. അപ്പം 4 മടക്കായി. ഷഡ്ഡി എപ്പോഴും വെട്ടുന്ന 4 മടക്ക് തുണിയിട്ടാണ്. അതിൻ്റെ 1 to 3 എന്ന് പറയുന്ന ഭാഗം ഫോൾഡാണ്. 0 to 1 എന്ന് പറയുന്ന ഭാഗവും ഫോൾഡാണ്. അത് രണ്ടും ഫോൾഡാണ്. ഇനി നമുക്ക് ഇത് അടയാളപ്പെടുത്താം. ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3. ഇനി 1 to 4 സമം 12 സീറ്റ് പ്ലസ് 1/2 ഇഞ്ച്. സീറ്റ് എന്ന് പറയുന്നത് 24, 24 12 2, 2ൻ്റെ കൂടെ അരയുടെ കൂട്ടുമ്പോൾ 2.5, 2.5 അടയാളപ്പെടുത്തുക. പിന്നുള്ളത് 3 to 4 സമം ഹാഫ് ലെങ്ത്. ലെങ്ത് എന്ന് പറയുന്നത് 8, 8ൻ്റെ പകുതി 4. ആ 4 ഇവിടെ അടയാളപ്പെടുത്തുക. ഇനിയും 4ഉം 5ഉം 4ഉം കൂടെ വരച്ച് യോജിപ്പിക്കുക. ഇങ്ങനെ വരച്ച് യോജിപ്പിക്കുക. വരച്ച് യോജിപ്പിച്ച് കഴിഞ്ഞ് 6 സമം ഹാഫ് ഓഫ് 4 to 5. ഈ 4 to 5 എന്ന് പറയുന്ന വര നമ്മൾ അളന്ന് നോക്കുക. അതിൻ്റെ പകുതിയാണ് 6 എന്ന് പറയുന്ന നമ്പർ. അപ്പം അളന്ന് നോക്കി 6 6ൻ്റെ പകുതി 3 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനിയും 4ഉം 6 അടയാളപ്പെടുത്തി.
6-7 സമം 1/2 ഇഞ്ച്. 6ൻ്റെ അവിടെ നിന്ന് നേരെ മേളിലോട്ട് 1/2 ഇഞ്ച്. അതും അടയാളപ്പെടുത്തി. ഇനിയും 4ഉം 7ഉം 5ഉം കൂടെ ഷേപ്പ് ചെയ്യണം. ഇങ്ങനെ ഷേപ്പ് ചെയ്യണം. അത് ഷേപ്പ് ചെയ്തു. ഇനിയും 2-8 സമം 1/2 ഇഞ്ച്. 2ൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. അത് 5ഉം 5ഉം 8ഉം കൂടെ വരച്ച് യോജിപ്പിക്കുക. വരച്ച് യോജിപ്പിച്ചു. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ ഒരു ഷഡ്ഡി തുണിയേൽ വരയ്ക്കുന്നത്. ഇനി അത് വെട്ടിയെടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടി, ഇങ്ങനെ വെട്ടി, ഇങ്ങനെ വെട്ടി ഇങ്ങെടുക്കുക. ഇതിനി വെട്ടിയെടുക്കുക. ഇതാ ഇങ്ങനെ വെട്ടി ഇങ്ങനെ വെട്ടി ഇതാ ഇപ്പം 4ആയിട്ട് പോകേണ്ടിയ തുണി നമുക്കിവിടെ ദാ ഇങ്ങനെ ഒറ്റ പീസായിട്ട് കിട്ടി. കണ്ടോ? കണ്ടോ? അങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് ഈ അളവെടുത്ത് ഇങ്ങനെ വെട്ടിയത്. ഇനി നമുക്കിതൊന്ന് നൂർത്ത് നോക്കാം. എന്തേണ്ട, ഇതിൻ്റെ ഈ സൈഡ് ഫോൾഡാണ്, ഈ സൈഡ് ഫോൾഡാണ്. ദേ കണ്ടല്ലോ? ഇതാ നമ്മുടെ ഷഡ്ഡി ക്ലീൻ. ഇനിയും ഇതൊന്ന് തയ്ക്കണം. തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ തയ്ക്കാൻ പോവാം. ഞാൻ ഇനി ചേരുന്ന നൂലൊന്നും അല്ലിട്ടിരിക്കുന്നത്. നിങ്ങളെ ഒന്ന് തയ്ച്ച് കാണിക്കാൻ വേണ്ടി മാത്രം തയ്ക്കുകയാണ്. ഇത് വേറെ നൂലിട്ടാലെല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ തയ്ക്കുമ്പോൾ, നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് തയ്ക്കുമ്പം, തയ്ച്ച് പഠിക്കുമ്പോൾ ഏത് നൂലിട്ടാലും കുഴപ്പമില്ല. പക്ഷേ തയ്ച്ച് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കാൻ തയ്ക്കുമ്പോൾ ആ കറക്റ്റ് നൂല് തന്നെ ഇട്ട് തയ്ക്കുക. അത് തയ്ക്കുമ്പം ദാ ആദ്യം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കി ഒന്നുകൂടി ഇങ്ങനെ മടക്കുക. എന്നിട്ട് പ്രസ്സർ മേളിലോട്ട് പൊക്കി ഇങ്ങനെ വെക്കുക. ദേ കാലിൻ്റെ സൈഡ് തയ്ക്കുക. തയ്ക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല, ഇവിടെ മഴ ചാറുന്നു. അടുത്ത സൈഡും തയ്ക്കുക. ഷഡ്ഡി തയ്ക്കാൻ എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല.
അവിടെ തയ്ച്ചു. അത് കഴിഞ്ഞ് ഇത് രണ്ടും കൂടെ ഇതാ ഇവിടെ രണ്ടും കൂടെ ഇങ്ങനെ യോജിപ്പിത് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ തയ്യൽ തുമ്പ് മാത്രം മതി. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മതി. അല്ല ഒത്തിരി തയ്യൽ തുമ്പ് അങ്ങ് ഇടണ്ട. ഒത്തിരി തയ്യൽ തുമ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അളവ് മാറിപ്പോ. മറ്റേ സൈഡ് ഇതാ ഇതാ തയ്ച്ചു കഴിഞ്ഞു. ഇനിയും പടി മടക്കി തയ്ക്കണം. പടി മടക്കി തയ്ക്കുന്ന ഇങ്ങനെ ഒന്ന് മടക്കി 1 ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ടിട്ടുണ്ട്. അതിൽ 1/4 ഇഞ്ചിന് ഇങ്ങനെ മടക്കുക, 3/4 ഇഞ്ച് ഇങ്ങനെ മടക്കുക. ഇതാ കാലിഞ്ച് മടക്കി 3/4 ഇഞ്ച് വീതിക്ക് ഇങ്ങനെ മടക്കി ഇങ്ങനെ തയ്ക്കുക. അത്രേ ഉള്ളൂ. മഴ പെയ്ത് വെള്ളം വീഴുന്നതാണ് ശബ്ദം കേൾക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ തയ്ക്കുമ്പം ഇതിന്റെ ഈ പടി മുഴുവൻ തയ്ച്ച് പൂർത്തിയാക്കുന്നതിന് മുമ്പായിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കണം. എന്തിനാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്ത് എലാസ്റ്റിക് കയറ്റിയിടാൻ. ഞാനിപ്പോൾ ചുമ്മാതെ വീതി കുറഞ്ഞ എലാസ്റ്റിക്കാണ് ഇടുന്നത്. അത് പിന്നെ ഓരോരുത്തരുടെ അളവനുസരിച്ച് എലാസ്റ്റിക് ഇടണം. പകുതി കൂടുതൽ, പകുതിയിൽ ഒരു സ്വല്പം കൂടുതലൂടെ എലാസ്റ്റിക് ഇതിൻ്റെ അകത്ത് കയറ്റിയിടുക. ഇതാ ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ചെറിയൊരു എലാസ്റ്റിക് കയറ്റിയിടുന്നെന്ന് മാത്രമേ ഉള്ളൂ. വലിയ എലാസ്റ്റിക് എൻ്റെ കയ്യിലില്ല. ഇതാ ഇത് രണ്ടും കൂടെ എലാസ്റ്റിക് രണ്ടും കൂടെ ഒന്ന് കൂട്ടി വെച്ച് തയ്ക്കുക.
തയ്ച്ചതിന് ശേഷം എലാസ്റ്റിക് അതിൻ്റെ അകത്ത് കയറ്റി ഇട്ട് കഴിഞ്ഞ് ഇവിടം കൂടെ ഒരു സ്വല്പം വിടവ് വിട്ടിരുന്നല്ലോ, അവിടം കൂടെ നമുക്ക് തയ്ച്ച് യോജിപ്പിക്കാം. നമ്മൾ തയ്ക്കുമ്പോൾ എപ്പോഴും വൃത്തിയായിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒത്തിരി നൂലൊന്നും അവിടെ ഇവിടെയൊന്നും തൂങ്ങിക്കിടക്കാതെ ആ വെട്ടുനൂലുകളെല്ലാം അന്നേരം തന്നെ കണ്ടിച്ചു കളയണം. തയ്ച്ചു കഴിയുമ്പം ഒരു ഡ്രസ്സ് തയ്ച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കണം. തയ്ച്ചു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ നൂലെല്ലാം വെട്ടിക്കളഞ്ഞ് ലോക്ക് ചെയ്യേണ്ടതാണെങ്കിൽ ലോക്ക് ചെയ്ത് അങ്ങനെ എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കണം തയ്ച്ചു കഴിയുമ്പോൾ. ഇതാ അപ്പോൾ ഷഡ്ഡി തയ്ച്ചു കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കൊച്ചു പിള്ളേരൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ തയ്ച്ച് ഇടിയിക്കാം. ഈ ഷഡ്ഡി തന്നെ പല തരത്തിലുണ്ട്. കാല് ഇവിടെ ഇങ്ങനെ ഫ്രില്ല് വെച്ച് തയ്ക്കാം, അതുപോലെ തന്നെ നമുക്ക് പൈപ്പിങ് വെച്ച് തയ്ക്കാം, പടി വെച്ച് തയ്ക്കാം. അല്ല ഇത്ര ഷഡ്ഡി അല്ല വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാത്ത കാലുള്ള നിക്കർ തയ്ച്ചിടിപ്പിക്കാം. അതും പുറകെ പറഞ്ഞു തരാം. നമുക്ക് വീണ്ടും അടുത്തൊരു ക്ലാസ്സുമായിട്ട് അടുത്തൊരു ഡ്രസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.